ആസീസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ ഷിംന ആസീസ്, ഇക്കാര്യത്തിൽ നമ്മൾ പലവട്ടം പല രീതിയിൽ വാണിങ്ങുകൾ നൽകിയിട്ടുള്ളതാണ്. മുമ്പും നമുക്ക് മുന്നിൽ അനുഭവങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ വീണ്ടും ഇത് സംഭവിക്കുന്നു എന്നതാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയുമോ? ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാവില്ലേ? കാരണം ഒരു കുട്ടിക്ക് വാക്സിനേഷൻ, ആധുനിക വൈദ്യശാസ്ത്രം നൽകേണ്ട അല്ലെങ്കിൽ അനുശാസിക്കുന്ന വാക്സിനേഷൻ പോലെയുള്ള കാര്യങ്ങളോട് ഇപ്പോഴും വിമുഖത പുലർത്തുന്ന ഒരു സമൂഹം വളർന്നു വരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ വാക്സിൻ വിരുദ്ധത, അതുപോലെ ഗൃഹപ്രസവം, മരുന്നുകളോടുള്ള വല്ലാത്തൊരു വേണ്ടാന്ന് തീരുമാനിച്ച് മുഖമടച്ച് അത് വേണ്ടെന്ന് വെക്കുന്നത് തുടങ്ങി ഒരുപാട് അപകടകരമായിട്ടുള്ള പ്രവണതകൾ ഇപ്പൊ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. അത് കാലങ്ങളായിട്ടുള്ളതാണ്. അതിലേക്ക് ഈ പറഞ്ഞതുപോലെയുള്ള കപട ചികിത്സാ ധാരകൾ അതിനകത്തേക്ക് കയറിക്കൂടി അതിൽ ഒരല്പം മതം കൂടി മിക്സ് ചെയ്ത് അതൊരു എന്താ പറയുക അവിയൽ പരുവത്തിലാക്കി ഇപ്പൊ സമൂഹത്തിൽ ഒരു വല്ലാത്തൊരു ക്യാൻസർ പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത്. അപ്പോ ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്. അത് വർഷങ്ങളായിട്ട് അതിനിടയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇതിന് പല തലങ്ങളിൽ ഇതിനൊരു പരിഹാരം കാണേണ്ടതുണ്ട്. കാരണം വലിയൊരു സങ്കടകരമായ വാർത്തയാണ് ഇന്നലെ കേൾക്കേണ്ടി വന്നത്. കാരണം ഒരു 1.5 വയസ്സായ കുട്ടി, വീട്ടിൽ പ്രസവിക്കപ്പെട്ട കുട്ടി, ആ കുട്ടിക്ക് വാക്സിനും കിട്ടിയിട്ടില്ല. ഞാൻ അറിഞ്ഞിടത്തോളം മഞ്ഞപ്പിത്തം കോംപ്ലിക്കേറ്റഡ് ആയതാണെന്നാണ് ഇതുവരെ വാർത്തകളിൽ നിന്നും ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടതും അതിനുള്ള പരിഹാരങ്ങൾ തേടേണ്ടതുമാണ്. അതിലൊരു സംശയവും ഇല്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, ഇങ്ങനെ തുടർച്ചയായിട്ട് പോകുന്നത്? കാരണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും പുരോഗമന സംവിധാനങ്ങളുമൊക്കെ ഇതിനെതിരെ നിലപാടെടുക്കുമ്പോഴും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മറുഭാഗമുണ്ട്. അവർ ഒരു വലിയ ഗ്രൂപ്പാണ്. കാരണം സമൂഹ മാധ്യമങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം, അവർ വലിയ രീതിയിൽ ഇപ്പോഴും ഒരു പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ എൻ്റെ കുട്ടിയെ വീട്ടിൽ പ്രസവിച്ചതാണ്, അവരെ പ്രകൃതിയാ വളർത്തുന്നു എന്ന വലിയ അവകാശവാദം ഇപ്പോഴും പരസ്യമായി മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു വശത്ത് നമ്മൾ ഇതിനെതിരെ എന്ത് നിലപാടെടുക്കുമ്പോഴും മറുവശത്ത് ഒരു വലിയ ഗ്രൂപ്പ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന യാഥാർത്ഥ്യമില്ലേ? ഉണ്ട്. ഇതില് വർക്ക് ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾ സംസാരിച്ചതിൽ. ഒരു കാര്യം, തീർച്ചയായിട്ടും ഇതിൽ സർക്കാർ എതിർ നിലപാടെടുക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ എതിർ നിലപാടെടുക്കുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ഇവിടെ നടന്ന ചരിത്രമില്ല. ഇത്തരത്തിൽ ഒരുപക്ഷെ മനഃപൂർവ്വമായ നരഹത്യ എന്ന് പോലും വിളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കുട്ടിക്ക്, 1.5 വയസ്സുള്ള കുട്ടി, അതിന് വേദന എന്തെന്ന് പറയാൻ അറിയില്ല, സങ്കടങ്ങൾ പറയാൻ അറിയില്ല, അതിന് എന്റെ ആരോഗ്യം സംരക്ഷിക്കൂ എന്ന് പറയാൻ ആ കുട്ടിക്ക് അറിയില്ല. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ, ഒരുപാട് സ്ത്രീകൾ ഇവിടെ പെട്ടുകിടക്കുന്നുണ്ട്. അവർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പോപ്പുലേഷൻ ഇവിടെ ഉണ്ടാവുമ്പോൾ അത് സർക്കാരിന്റെ കൂടെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് സർക്കാരിന്റെ, ഇവിടുത്തെ പൊതുസമൂഹത്തിന്റെ ബാധ്യതയാണ്. അപ്പോൾ നിലപാടുകൾ മാത്രമല്ല, അതിനെതിരെ നടപടികൾ കൂടി വന്നാലേ ഇതിനൊരു കൃത്യമായ തീരുമാനവും ഒരു മുന്നോട്ടുള്ള ഒരു പ്രോഗ്രസ്സും ഉണ്ടാവുകയുള്ളൂ. ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയാറില്ലേ, വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയാറില്ലേ. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഞാനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. മെഡിക്കൽ മാഫിയയാണ്, വാക്സിൻ മാഫിയയാണ്, നിങ്ങൾക്ക് മറ്റത് കിട്ടുന്നു, കമ്മീഷൻ കിട്ടുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആരോപിച്ചുകൊണ്ട് നമ്മൾ അവരുടെ വീട്ടുമുറ്റത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് ആട്ടിയിറക്കി വിടുന്ന അനുഭവങ്ങൾ നേരിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന JPHN ഫീൽഡ് വർക്കേഴ്സ് ഒക്കെ അന്വേഷിച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ വാക്സിനേഷനെ കുറിച്ച് ചെന്ന് പറയുമ്പോൾ അവരുടെ വർത്തമാനം കേട്ടാൽ നമുക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ചെന്നതാണ്. ഇത് പറയുമ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ് ഫീൽഡിൽ നിന്നും കേട്ടിട്ടുള്ളത്. അപ്പം ഈ പറയുന്ന ഒരു സംഗതി, ഈ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇൻജക്ട് ചെയ്യുന്നതിൽ ഈ പറയുന്ന പാരലൽ വേൾഡിലുള്ള കപട ചികിത്സകർക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ അവരിങ്ങനെയാണ് ചെയ്യുന്നത്, ആ മരുന്ന് ഈ സൈഡ് എഫക്റ്റ് ഉണ്ട്, ആ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത് വളരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ നട്ടാക്കുരുക്കാത്ത നുണകൾ സാധാരണ മനുഷ്യർക്ക് പാലറ്റബിൾ ആയ രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. അതിനകത്ത് ആളുകളുടെ സെൻസിറ്റീവ് പോയിന്റ്സ് ആയിട്ടുള്ള പ്രകൃതിയിലുള്ള എല്ലാ സാധനവും പാർശ്വഫലങ്ങൾ ഇല്ലാത്തതാണ്. കൃത്യമായി പഠിച്ച ഡോക്ടർമാരോട്, ആയുർവേദ ഡോക്ടർമാരോട് വരെ നിങ്ങൾ ചോദിച്ചു നോക്കും, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവര് ഇഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പൊ നമ്മൾ മാത്രം, മോഡേൺ മെഡിസിൻ മാത്രം ഒരു സൈഡ് എഫക്റ്റിന്റെ കൂടാരവും ബാക്കിയെല്ലാം പ്രകൃതിയാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന പോലെ ഒതളങ്ങ അരച്ച് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതും പ്രകൃതി തന്നെയാണ്. അപ്പൊ ഈ എല്ലാത്തിനും ഇഫക്റ്റും സൈഡ് എഫക്റ്റും ഉണ്ട്. അപ്പൊ ഈ പ്രകൃതി എന്നുള്ള പോയിന്റ് ആണ് ഇവരുടെ പോയിന്റ് നമ്പർ 1. അതിൽ യാതൊരു തരം സൈഡ് എഫക്ട്സ് ഉള്ള. പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത് മതം. അത് നമ്മൾ പ്രതിപാദിക്കാതെ പോകുന്നതിൽ ഒരു കഥയുമില്ല.
അപ്പൊ ഏത് മതമാണെങ്കിലും ദൈവം തരുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് ഏറ്റുവാങ്ങുക, അതിനെ പ്രതിരോധിക്കുന്നത് ദൈവനിഷേധമാണ്. എന്താണ് ഇവർ പറയുന്നത്? അവരുടെ ലോജിക്ക് വെച്ച് ചോദിക്കുകയാണെങ്കിൽ, ചിന്തിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന മരുന്നുകൾ കണ്ടുപിടിക്കാനും വാക്സിൻ കണ്ടുപിടിക്കാനുമുള്ള ബുദ്ധി തന്നതും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന ഒരു സൗകര്യം നിഷേധിക്കുന്നതും ദൈവനിഷേധമല്ലേ? അപ്പോ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു 2 പേഷ്യന്റിനും കൂടെ എനിക്ക് കിട്ടണം, അതിന് ഞാൻ എന്തും പറയും എന്നുള്ള ഒരു എത്തിക്സ് ഇല്ലാത്ത കളി കളിക്കുന്നവരെയാണ്, സ്വന്തം കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തവരുടെ ചികിത്സാ രീതിയെയാണ് അന്ധമായി പ്രബുദ്ധ കേരളത്തിൽ 100% ലിറ്ററസി സർ കേരളത്തിൽ നമ്മൾ ഒരു വലിയൊരു പങ്ക് ജനങ്ങൾ അതിനെ ഫോളോ ചെയ്യുന്നത്. ഇതൊരു 10 മിനിറ്റ് ഇരുന്ന് ചിന്തിച്ച് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെന്റ് ഇതിനെതിരെ നടപടി എടുക്കാത്തതിലുള്ള ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്. പ്രകൃതി ചികിത്സ എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങനെ തുടർന്നോളൂ. അല്ല ഡോക്ടർ ഷിംന, ഒരു സംശയം, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടപെട്ട ഒരു കാര്യം, അതായത് ഇന്ന് ഈ വാർത്തകൾ വന്നപ്പോൾ ഫേസ്ബുക്കിലും മറ്റു സമൂഹ മാധ്യമങ്ങളിലും വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ താങ്കൾ സൂചിപ്പിച്ച ആധുനിക വൈദ്യശാസ്ത്രത്തിന് വെല്ലുവിളിയാവുന്ന മറ്റ് പാരമ്പര്യവും അല്ലാത്തതുമായ ചില ചികിത്സാ രീതികൾ ഉണ്ട് എന്നൊരു വാദവും തർക്കവും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനുമപ്പുറം മറ്റൊരു പ്രതിസന്ധി കൂടിയില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ മറ്റു തൊഴിലുകളും മറ്റ് മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നവർ ഒരു ദിവസത്തെ ഒരാഴ്ചത്തെ ഒരു പരിശീലനം കൊണ്ട് ഇതിൻ്റെ വൈദഗ്ധ്യമുള്ള ഒരാളായി അറിയപ്പെടുകയും അയാൾ പിന്നെ ഒരു ഡോക്ടർക്ക് സമാനമായ ചികിത്സാ രീതികളുമായി മാറുന്ന ഒരു രീതി ഈ ചികിത്സാ രീതികളിൽ പൊതുവെ കണ്ടുവരുന്നു എന്നൊരു പ്രശ്നം കൂടിയില്ലേ? യഥാർത്ഥത്തിൽ ഇപ്പം ഉദാഹരണത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സാ രീതികളിൽ അതിൽ വൈദഗ്ധ്യം നേടുന്നതിന് മുമ്പ് തന്നെ അയാൾ ഡോക്ടറോ അതിൻ്റെ ചികിത്സകനോ ആയി മാറുന്നുണ്ട്. സ്വാഭാവികമായും അതിൽ പെട്ടുപോകുന്ന ആളുകളുമുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ കൂടിയില്ലേ യഥാർത്ഥത്തിൽ? ഇതില് ഞാൻ ഫേസ് ചെയ്യുന്ന, ഞാൻ കാണുന്ന എൻ്റെ ഒരു ധർമ്മസങ്കടം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഉള്ളത് ബീഹാർ എന്ന സംസ്ഥാനത്താണ്. ഇവിടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു ഗാവ് വാല ഡോക്ടർ ഉണ്ട്. ആ ആള് 10ാം ക്ലാസ് ഒന്നും പാസ്സായിട്ടുണ്ടാവില്ല. അയാൾ ചിലപ്പോൾ ആംബുലൻസ് ഡ്രൈവർ ആയിരിക്കും. ഏതെങ്കിലും ഡോക്ടറുടെ അടുത്ത് നിന്നൊരു 10 മരുന്നിന്റെ പേര് പഠിച്ചിട്ടുണ്ടാവും. അവിടുന്ന് ഇവിടുന്ന് കേട്ടതൊക്കെ അറിയണ്ടാവും. അയാളാണ് ആ ഗ്രാമത്തിലെ എല്ലാവരെയും മെയിൻ ആയിട്ട് ചികിത്സിക്കുന്ന ആൾ. അയാൾ ചികിത്സിച്ചിട്ട് ശരിയായില്ലെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലേക്കോ ആശുപത്രിയിലേക്കോ പേഷ്യന്റ് എത്തിപ്പെട്ടേക്കാം, മരിച്ചില്ലെങ്കിൽ. അപ്പോ നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഇത്രയും വിദ്യാഭ്യാസം ഉണ്ട്, സംസ്കാരം ഉണ്ടെന്നൊക്കെ നമ്മൾ ഊറ്റം കൊള്ളുന്ന കേരളത്തിൽ അതിന്റെ മറ്റൊരു മുഖം കാണുന്നതിൽ അത് മാറി നിന്ന് ഒന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഇപ്പോ BA-യോ BCom-ഓ ചിലപ്പോൾ അതുപോലും ഇല്ല, +2-ഓ 10ാം ക്ലാസ്സോ എന്തെങ്കിലും ആവട്ടെ, അവർ 15 ദിവസം പോയിട്ട് 4 സൂചി കുത്താൻ പഠിച്ചിട്ട് പിന്നെ അവർ ഈ പറയുന്ന ഡയബറ്റിക് ഫുഡും പിന്നെ കിഡ്നിയുടെ അസുഖവും ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ഒക്കെ എങ്ങനെയാണ് സൂചി കുത്തി ചികിത്സിക്കുന്നത് എന്നുള്ള അത് ചിന്തിച്ച് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ സാമാന്യ യുക്തി ഇല്ലാത്തവരാവുകയാണ് നമ്മൾ എങ്ങോട്ടായി പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബീഹാർ യുഗത്തിലേക്കാണോ തിരിച്ചു പോരുന്നത്? ഞാൻ ഈ സംസ്ഥാനത്തെ മോശമാക്കി സംസാരിക്കുന്നില്ല. ഞാൻ ഇവിടെ കാണുന്നതിന്റെ മറ്റൊരു രൂപം നമ്മുടെ സംസ്ഥാനത്ത് കാണുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും ഏത് ഇൻഡിക്കേറ്റർ വെച്ച് നോക്കിയാലും രണ്ടറ്റത്ത് നിൽക്കുന്ന എക്സ്ട്രീം ഓപ്പോസിറ്റ്സ് ആണ്. അവിടെയാണ് സിമിലർ ആയ ഒരു കാര്യം നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ഈ സംഭവം? 15 ദിവസം കൊണ്ട് 2-3 മാസം കൊണ്ട് സൂചി കുത്തിയാൽ ഇത്രയും സങ്കീർണമായ രോഗങ്ങൾ മാറുമെന്ന് പറയുന്നത് എന്ത് തരം അവകാശവാദമാണ്? എങ്ങനെയാണ് സ്വന്തം ജീവൻ അവിടെ കൊണ്ട് വെച്ചു കൊടുക്കുക എന്നുള്ളത് അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡോക്ടർ ഷിംന, ഈ ഇത്തരം അനുഭവങ്ങൾ നമുക്കറിയാം, ഇത്തരം രീതികൾ, ഇത്തരം വിശ്വാസ സംഹിതകളും പൊതുരീതികളും ധാരണകളും ഉള്ള ആളുകൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങളും ചില അനുഭവങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് പോലും ആ ഗ്രൂപ്പോ അവരോ ഒക്കെ ഇത് തിരുത്താൻ തയ്യാറാവില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്കിടയിലേക്ക് ഇത് ബോധപൂർവമായി ഇത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന തോന്നൽ ഉണ്ടാവാതെ പോകുന്നതിന് കാരണം എന്താണ്? കാരണങ്ങൾ ഒന്ന് വരുമാനം തന്നെയാണ്. 2 ഒരാൾക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, കൊള്ളാം ഞാനൊരു ഡോക്ടറാണ്, എനിക്ക് കുറെ കാര്യങ്ങളോട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരാൾക്ക് ഒരു എന്താ പറയുക, തന്റെ ഒരു സുപ്പീരിയോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക, സംസാരിച്ച് നിൽക്കാൻ പറ്റുക, അവിടെ ഒരു ഫീലിംഗ് കിട്ടുകയാണ്. കൊള്ളാം ഞാൻ ഒരാളെ ചികിത്സിച്ചു, ഭേദപ്പെടുത്തി. ആ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, പിന്നെ സമൂഹത്തിൽ കിട്ടുന്ന സ്ഥാനം, അത് അവരതിന് അർഹരല്ലെങ്കിൽ പോലും, ഇങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഇല്ല ഇതിനകത്ത്. ഒരു പ്രാവശ്യം ഇതിന്റെ ഒരു ചികിത്സയുടെയും അതിന്റെ ഒരു ഹരം കൊണ്ടവർ പിന്നെ അതിൽ നിന്ന് അത്ര പെട്ടെന്ന് ഇറങ്ങി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ ഷിംന അസീസ്. എന്തായാലും ഈ വിഷയത്തിൽ